ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന പുതിയ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. HMPV വൈറസ് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിന്റെ വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള സുസ്ഥിരമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി രാജ്യത്തെ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കുമുള്ള സംസ്ഥാനം അല്ലെ ഭൂപ്രദേശം കേരളമാണ്. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം അടിസ്ഥാനമാക്കിയിരിക്കുന്നത് സുശക്തമായിട്ടുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ ടെക്നോളജിയേക്കാൾ ഉപരിയായിട്ട്. അതുകൊണ്ടാണ് രാജ്യത്തെ ഏറ്റവും കുറവ് ഒരു പ്രസവം നടക്കുമ്പോൾ അല്ലെങ്കിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞ് 2030 ആകുമ്പോഴേക്കും 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ പാടില്ല. 2021 തന്നെ കേരളം ഈ ടാർഗറ്റ് എത്തി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് 4.5 ആണ്. 2030 ലോകാരോഗ്യ സംഘടന പറഞ്ഞതിനേക്കാളും താഴെയാണ് ഇപ്പോൾ നമ്മുടെ മാതൃമരണ നിരക്ക് കുറവ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ കേരളത്തിലാണ്. ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10.8 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖ്യാതിഥിയായി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിജിത സന്തോഷ്, ജാസ്മിൻ ഷഹീർ, TV സുരേന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ്, കൗൺസിലർമാരായ MR രാധാകൃഷ്ണൻ, MB പ്രമീള, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഷാജ് കുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.